children, welcome to Kids Area Online. Kids Area Online-ൽ 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് കേരള സ്റ്റേറ്റ് സിലബസിന് ട്യൂഷൻ നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. വൈകുന്നേരങ്ങളിൽ റെക്കോർഡഡ് ക്ലാസ്സും ലൈവ് ക്ലാസ്സും അവൈലബിൾ ആണ്. ലൈവായിട്ട് ക്ലാസ് ഉണ്ടാകും, അതിൻ്റെ തന്നെ റെക്കോർഡ് ക്ലാസ്സസും അവൈലബിൾ ആണ്. അതുപോലെ LKG UKG ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺ നൽകുന്നുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഇവിടെ സ്പെഷ്യൽ കോഴ്സസ് ആണ്. റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ്സസ് ആണ്. ഏത് ക്ലാസ് ആണോ നിങ്ങളുടെ കുട്ടികൾക്ക് ആവശ്യം ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799 ഈ വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു? സൂര്യനെ കുറിച്ച് പഠിച്ചു, ചന്ദ്രനെ കുറിച്ച് പഠിച്ചു, നിലാവിനെ കുറിച്ച് പഠിച്ചു. ഓർമ്മയുണ്ടോ? ഗ്രഹം, ഉപഗ്രഹം, ഈ കാര്യങ്ങളൊക്കെ പഠിച്ചു. രാത്രി ഉണ്ടാകുന്നത് എങ്ങനെ, പകൽ ഉണ്ടാകുന്നത് എങ്ങനെ, ഇതൊക്കെ പഠിച്ചു. ഭ്രമണം എന്ന് പറഞ്ഞാൽ എന്താണ്, പരിക്രമണം എന്ന് പറഞ്ഞാൽ എന്താണ്, റൊട്ടേഷൻ, റെവല്യൂഷൻ, ഇതൊക്കെ നമ്മൾ പഠിച്ചു. ഓർമ്മിക്കുന്നുണ്ടോ? യെസ്. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ന്യൂ മൂൺ ഡേ. എന്താ ന്യൂ മൂൺ ഡേ എന്ന് പറഞ്ഞാൽ? അമാവാസി. ന്യൂ മൂൺ ഡേ എന്ന് പറഞ്ഞാൽ എന്താ? അമാവാസി. ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഓർമ്മിക്കുന്നുണ്ടോ? സൂര്യന്റെ പ്രകാശം എപ്പോഴാണോ ചന്ദ്രന്റെ മേൽ തട്ടുന്നത്, ചന്ദ്രൻ അത് പ്രതിഫലിപ്പിക്കുന്നതാണ് ചന്ദ്രന്റെ പ്രകാശം. അതാണ് നിലാവ് എന്ന് പഠിപ്പിച്ചത് ഓർമ്മിക്കുന്നുണ്ടോ? ഓർമ്മയുണ്ടോ? ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നിലാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൂര്യൻ സ്വയം പ്രകാശിക്കുന്ന ഒരു നക്ഷത്രമാണ്. ചന്ദ്രന് സ്വയം പ്രകാശിക്കാൻ കഴിവില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു? ചന്ദ്രൻ തന്നിൽ പതിക്കുന്ന സൂര്യപ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്നു. അല്ലാതെ ചന്ദ്രൻ എന്ത് ചെയ്യുന്നില്ല? പ്രകാശിക്കുന്നില്ല. സൂര്യന്റെ പ്രകാശം ചന്ദ്രന്റെ മേൽ തട്ടുമ്പോൾ, ആ ചന്ദ്രന്റെ മേൽ പതിക്കുമ്പോൾ ആ പ്രകാശമാണ് നമ്മൾ എന്തായിട്ട് കാണുന്നത്? ചന്ദ്രന്റെ പ്രകാശമായിട്ട് കാണുന്നത്. അത് പഠിപ്പിച്ചത് ഓർമ്മിക്കുന്നുണ്ടോ? യെസ്, ഓർമ്മിക്കുന്നുണ്ട്. അപ്പൊ എന്താണ് അമാവാസി, എന്താണ് കറുത്ത വാവ്, എന്താണ് വെളുത്ത വാവ്, അതാണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ. അപ്പൊ സൂര്യൻ എന്ത് ചെയ്യുന്നു? സൂര്യൻ ആര് കറങ്ങുന്നു? ഭൂമി കറങ്ങുകയാണ്. സൂര്യനെ ആര് കറങ്ങുന്നു? ഭൂമി സ്വയം കറങ്ങുകയും ചെയ്യുന്നു, ഭൂമി സൂര്യനെയും കറങ്ങുന്നു. അത് പഠിപ്പിച്ചത് ഓർമ്മയുണ്ടല്ലോ. ഇനി ചന്ദ്രൻ എന്ന് പറയുന്നത് ഭൂമിയുടെ ഉപഗ്രഹമാണ്. അതായത് പ്ലാനറ്റ്, ഗ്രഹമാകുന്ന ഭൂമിയെ ഉപഗ്രഹമാകുന്ന ചന്ദ്രൻ എന്ത് ചെയ്യുന്നു? കറങ്ങുന്നു. ഓർമ്മയുണ്ടോ? ഓർമ്മിക്കുന്നുണ്ട്. അങ്ങനെ കറങ്ങുമ്പോ ഈ സൂര്യനും ചന്ദ്രനും ഭൂമിയും നോക്കിയേ ഒരേ നേർരേഖയിൽ വരും. സൂര്യൻ ആര് കറങ്ങുന്നു? ഭൂമി കറങ്ങുകയാണ്. അപ്പൊ ഭൂമി കറങ്ങി ഇവിടെ എത്തി. ചന്ദ്രൻ എന്ത് ചെയ്യുന്നു? ഭൂമിയെ കറങ്ങി ഇവിടെ എത്തി. അപ്പൊ സൂര്യൻ, ചന്ദ്രൻ, ഭൂമി കണ്ടായിരുന്നോ? അപ്പൊ ചന്ദ്രനും കറങ്ങുന്നുണ്ട്, ഭൂമിയും കറങ്ങുന്നുണ്ട്. സൂര്യന്റെ പ്രകാശം ആരുടെ മേൽ വരും? ഭൂമിയുടെ മേൽ വരും, ചന്ദ്രന്റെ മേൽ വരും. അപ്പൊ ഇവിടെ നോക്കിയേ, ചന്ദ്രനിൽ പകുതി ബ്ലാക്കും പകുതി വൈറ്റും കണ്ടോ? അപ്പൊ ഇത് വെളുത്ത വാവും ഇത് കറുത്ത വാവും. അതെങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ഭൂമിക്ക് നേരെ വരുന്ന ഭാഗം എന്തായിട്ടാ കാണുന്നേ? ഇരുണ്ട് കാണുന്നു. ഓക്കെ. അതായത് സൂര്യപ്രകാശം പതിക്കാത്ത ഭാഗം, ചന്ദ്രന്റെ ഭാഗം ഭൂമിക്ക് നേരെ ഫേസ് ചെയ്തിട്ട് ഭൂമിക്ക് അഭിമുഖമായി വരുമ്പോൾ ചന്ദ്രന് എന്ത് ചെയ്യാൻ പറ്റില്ല? കാണാനായി കഴിയില്ല. അപ്പോൾ നേർരേഖയിൽ വരുമ്പോൾ സൂര്യനും ചന്ദ്രനും ഭൂമിയും നേർരേഖയിൽ വരുമ്പോൾ സൂര്യപ്രകാശം പതിക്കാത്ത ചന്ദ്രന്റെ ഭാഗം എന്താണ്? ഭൂമിയിൽ നിന്ന് കാണാൻ പറ്റുമോ? കാണാനായിട്ട് പറ്റില്ല. ഇതാണ് അമാവാസി, കറുത്ത വാവ്. ചന്ദ്രനെ കാണാനായിട്ട് കഴിയില്ല. കാരണം എന്താ? ചന്ദ്രന്റെ മുകളിൽ പ്രകാശം തട്ടുന്നുണ്ട്, പ്രകാശം പതിക്കുന്നുണ്ട്. പക്ഷെ ഭൂമിയിൽ നിന്ന് കാണാൻ പറ്റുന്നുണ്ടോ? അത് ഇല്ല. ചന്ദ്രന്റെ മുകൾ ഭാഗത്താണ് പ്രകാശം പതിക്കുന്നത്. പൂർണ്ണമായിട്ട് പതിക്കുന്നത് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ഭൂമിയിൽ നിന്ന് കാണാനായിട്ട്, ഭൂമിയിൽ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ ചന്ദ്രനിൽ പ്രകാശം പതിക്കുന്നത് കാണാനായിട്ട് കഴിയത്തില്ല. അപ്പൊ എന്താണ് അമാവാസി, എന്താണ് കറുത്ത വാവ് എന്ന് നമുക്ക് നോക്കാം. The moon is not seen at all when the part of the moon that does not get sunlight faces the earth. അപ്പോൾ സൺലൈറ്റിന്റെ പ്രകാശം ഭൂമിയിൽ പതിക്കുന്നില്ല. ആ ദിവസം എന്താണ്? ഇരുണ്ടായിരിക്കും. അതാണ് ന്യൂ മൂൺ ഡേ, അമാവാസി അല്ലെങ്കിൽ
കറുത്ത വാവ് എന്ന് പറയുന്നത്. മനസ്സിലായോ? എന്താണ് കറുത്ത വാവ് എന്ന് മനസ്സിലായല്ലോ? സൂര്യന്റെ പ്രകാശം ചന്ദ്രനിൽ പതിക്കുന്നില്ല ചന്ദ്രനിൽ പതിക്കുന്നു, പക്ഷെ ആ ഭാഗം നമുക്ക് എന്താണ് ഇരുണ്ടാണ് കാണുന്നത്. നേർരേഖയിൽ വരുമ്പോൾ ചന്ദ്രന്റെ മുകൾ ഭാഗത്താണ് എന്ത് ചെയ്യുന്നത്? സൂര്യന്റെ പ്രകാശം പതിക്കുന്നത്. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ആ ഇരുണ്ട ഭാഗമാണ് കാണാൻ കഴിയുന്നത്. അതാണ് എന്താ കറുത്ത വാവ് എന്ന് പറയുന്നത്. മനസ്സിലായോ? സൂര്യനും ചന്ദ്രനും ഭൂമിയും നേർരേഖയിൽ വരുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എപ്പോഴാണ് സ്ട്രെയിറ്റ് ലൈൻ? എന്തൊക്കെയാ സ്ട്രെയിറ്റ് ലൈൻ? സൺ, മൂൺ, എർത്ത്. Sunlight falls be seen from the earth when the sun, the moon and the earth coming in a straight line. Sun, moon and the earth come in a straight line. Sun, moon, earth. സൂര്യൻ, ചന്ദ്രൻ, ഭൂമി സ്ട്രെയിറ്റ് ലൈനിൽ വരും. കം ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. സ്ട്രെയിറ്റ് ലൈനിൽ വരുമ്പോൾ എന്താണ്? ദ മൂൺ ഈസ് നോട്ട് സീൻ അറ്റ് ആൾ. മൂണിനെ നല്ലതുപോലെ കാണാനായിട്ട് കഴിയത്തില്ല. കാരണം എന്താ? സൺലൈറ്റ് ഇല്ലാത്തത് കൊണ്ട്. When the part of the moon that does not get sunlight faces the earth. സൺലൈറ്റിന്റെ പ്രകാശം കിട്ടാത്തത് കൊണ്ട് ആ ഇരുണ്ട ഭാഗമാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് കാണാൻ സൺലൈറ്റ് വരാത്ത, സൺലൈറ്റ് പതിക്കാത്ത ഭാഗമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. Not seen at all when the part of the moon that does not get sunlight faces the earth. This day is called new moon day. അമാവാസി അല്ലെങ്കിൽ കറുത്ത വാവ് എന്ന് പറയും. ഓക്കെ, സൂര്യൻ പ്രകാശം പതിക്കാത്ത ചന്ദ്രന്റെ ഭാഗം മാത്രം ഭൂമിക്ക് അഭിമുഖമായി വരുമ്പോൾ ചന്ദ്രനെ തീരെ കാണാൻ കഴിയില്ല. ഈ ദിവസമാണ് അമാവാസി അല്ലെങ്കിൽ കറുത്ത വാവ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇത്രയും മനസ്സിലായോ? ഇനി ചന്ദ്രനിൽ പ്രകാശം പതിക്കുന്ന ഭാഗമാണ് ഭൂമിക്ക് അഭിമുഖമെങ്കിലോ? ഭൂമിയിൽ നിന്ന് നോക്കിയാൽ ചന്ദ്രന്റെ പ്രകാശിത ഭാഗം പൂർണ്ണമായും കാണാൻ കഴിയുന്ന ഭാഗമാണ് പൗർണമി, വെളുത്ത വാവ്. സൺലൈറ്റിന്റെ സൂര്യപ്രകാശം ചന്ദ്രനിൽ പൂർണ്ണമായിട്ടും കാണാൻ പറ്റുമല്ലോ. ചന്ദ്രന്റെ പ്രകാശിത ഭാഗം പൂർണ്ണമായിട്ടും കാണാൻ, അതാണ് നമ്മൾ റൗണ്ടായിട്ട് കാണുന്നത്. ചന്ദ്രന്റെ പ്രകാശിത ഭാഗം പൂർണ്ണമായും കാണാൻ കഴിയുന്ന ദിവസമാണ് വെളുത്ത വാവ്. ഓക്കെ, എന്താണ് പൗർണമി? എന്താണ് വെളുത്ത ഫുൾ മൂൺ ഡേ? ന്യൂ മൂൺ ഡേ എന്ന് പറയുന്നത് കറുത്ത വാവാണ്. ഫുൾ മൂൺ ഡേ എന്ന് പറഞ്ഞാൽ പൗർണമി അല്ലെങ്കിൽ വെളുത്ത വാവ്. ദ ഡേ ഓൺ വിച്ച് ദ ഇലുമിനേറ്റഡ് പാർട്ട് ഓഫ് ദ മൂൺ ഈസ് ഫുള്ളി വിസിബിൾ ഫ്രം ദ എർത്ത്. അപ്പോൾ ആ പ്രകാശമുള്ള ഭാഗം, മൂണിന്റെ പ്രകാശമുള്ള ഭാഗം എർത്തിൽ നിന്നും പൂർണ്ണമായും കാണാൻ കഴിയും. അതാണ് ഫുൾ മൂൺ ഡേ അല്ലെങ്കിൽ പൗർണമി അല്ലെങ്കിൽ വെളുത്ത വാവ്. ന്യൂ മൂൺ ഡേ എന്ന് പറയുന്നത് എന്താണ്? അമാവാസി അല്ലെങ്കിൽ കറുത്ത വാവ്. അമാവാസി എന്ന് പറയുന്നതും കറുത്ത വാവ് എന്ന് പറയുന്നത് മനസ്സിലായല്ലോ. പൗർണമി എന്നും വെളുത്ത വാവ് എന്നും പറയുന്നത് മനസ്സിലായല്ലോ. അത് ഫുൾ മൂൺ ഡേ ആണ് പൗർണമി എന്നും വെളുത്ത വാവ് എന്നും പറയുന്നത്. ന്യൂ മൂൺ ഡേനെയാണ് അമാവാസി എന്നും കറുത്ത വാവ് എന്നും പറയുന്നത്. ചന്ദ്രന്റെ പ്രകാശിതമല്ലാത്ത ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നതാണ് അമാവാസി. ചന്ദ്രന്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്ന ദിവസമാണ് പൗർണമി അല്ലെങ്കിൽ വെളുത്ത വാവ്. മനസ്സിലായോ? ഈ പിക്ചർ എന്ന് പറയുന്നത് എന്താണ്? കറുത്ത വാണ്. കാരണം എർത്തിന്റെ അവിടെ എന്താണ്? ബ്ലാക്ക് ആണ്. എർത്തിന്റെ അവിടെ ബ്ലാക്ക് ആണെങ്കിൽ എന്താ എഴുതുക? പിക്ചർ നൽകിയിട്ട് ചോദിക്കും. എർത്തിന്റെ അവിടെ ബ്ലാക്ക് ആണെങ്കിൽ ഇത് എന്താണ്? കറുത്ത വാവ്, അതായത് അമാവാസി അല്ലെങ്കിൽ ന്യൂ മൂൺ ഡേ. ഇവിടെ നോക്കിയേ, എർത്തിന്റെ അവിടെ വെളുത്ത ഭാഗമാണെങ്കിൽ എന്താണ്? എർത്തിന്റെ നേരെ വെളുത്ത ഭാഗമാണെങ്കിൽ എന്താണ്? ഫുൾ മൂൺ ഡേ, പൗർണമി അല്ലെങ്കിൽ വെളുത്ത വാവ്. അപ്പൊ രണ്ട് ചിത്രം തന്നിട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലായല്ലോ. ന്യൂ മൂൺ ഡേ ഇതൊക്കെ എർത്തിന്റെ ഇവിടെ എന്താണ്? എർത്തിന് നേർക്ക് ബ്ലാക്ക് ആണ്. എർത്തിന്റെ നേർക്ക് ബ്ലാക്ക് ആണെങ്കിൽ അതെന്താ? അമാവാസി അല്ലെങ്കിൽ കറുത്ത വാവ് അല്ലെങ്കിൽ ന്യൂ മൂൺ ഡേ. എർത്തിന് നേരെ വൈറ്റ് ആണ് എങ്കിൽ, അതായത് പ്രകാശം കാണാൻ പറ്റും, വൈറ്റ് ആണെങ്കിൽ എന്താണ്? ഫുൾ മൂൺ ഡേ എന്ന് പറഞ്ഞാൽ പൗർണമി അല്ലെങ്കിൽ വെളുത്ത വാവ്. അപ്പൊ രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? ഇത് കറുത്ത വാവ് ദിവസമാണ്. കാരണം ഭൂമിയുടെ അഭിമുഖമായിട്ട് എന്താണ്? ചന്ദ്രനിൽ സൂര്യപ്രകാശം പതിക്കാത്ത ഭാഗം കാണുന്നു. ഇവിടെയോ ഭൂമിക്ക് അഭിമുഖമായി ചന്ദ്രനിൽ പ്രകാശം പതിക്കുന്ന ഭാഗം കാണുന്നു. അപ്പോൾ അതെന്താ വരിക? പൗർണമി, വെളുത്ത വാവ്. ഓക്കെ, ക്ലിയർ ആണോ? ഇവിടെ നോക്കിയേ, കറുത്ത വാവിൽ നിന്ന് വെളുത്ത വാവ് വരികയാണ്. കറുത്ത വാവ് എന്ന് പറയുമ്പോൾ ഒട്ടും കാണുന്നില്ല. അടുത്ത് വീണ്ടും ചന്ദ്രൻ ഭൂമിയെ കറങ്ങുകയാണ്. ഭൂമിയും കറങ്ങുകയാണ്. അതിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും? ചന്ദ്രൻ പതിയെ കണ്ടു തുടങ്ങും. കണ്ടോ? ഇത് ഭൂമിയാണ്.
ചന്ദ്രനെ പതിയെ 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 കണ്ട് 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 വീണ്ടും എന്താകും? വെളുത്ത വാവ്, വെളുത്ത വാവായിട്ട് മാറും. ഫുൾ മൂൺ ഡേ ആയിട്ട് മാറും. മനസ്സിലായല്ലോ? നോക്കി, ഗ്രോയിങ് ക്രസന്റ് എന്ന് പറഞ്ഞാൽ ഇത് ക്രസന്റ് ഷേപ്പാണ്. ഇതിനാണ് ക്രസന്റ് എന്ന് പറയുക. ചന്ദ്രക്കല, ചന്ദ്രക്കലയാണ് ക്രസന്റ് എന്ന് പറയുക. എന്നിട്ട് അവിടെ നിന്ന് എന്താ കണ്ടോ? അത് മൂൺ ആരെ ചുറ്റും? ഭൂമിയെ ചുറ്റും. ഭൂമി സൂര്യനെ ചുറ്റും. അപ്പൊ എന്ത് ചെയ്യും? പതിയെ പതിയെ നമ്മുടെ ചന്ദ്രന്റെ പ്രകാശം ഭൂമിയിൽ നിന്ന് കാണാൻ കഴിയും. അതാണ് ഇങ്ങനെ പതിയെ പതിയെ ക്രസന്റ് വലുതായി 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 എന്തായി മാറും? ഫുൾ മൂൺ ഡേ ആയിട്ട് മാറും, വെളുത്ത വാവായിട്ട് മാറും. അപ്പൊ ഒരു ചോദ്യം ഇതിൽ നിന്നും ചോദിക്കാനുള്ളത്, കറുത്ത വാവ് കഴിഞ്ഞിട്ട് ഈ ഫുൾ മൂൺ ആവുന്നത് എപ്പോഴും? ഇവിടെ ഫുൾ ആണെങ്കിൽ ഫുൾ ഒരു ബ്ലാക്ക് ആണ്, ഒന്നും കാണാൻ കഴിയുന്നില്ല. ഇത് എത്ര ദിവസം കഴിഞ്ഞായിരിക്കും ഈ ന്യൂ മൂൺ ഡേ ഫുൾ മൂൺ ഡേ ആയിട്ട് മാറുന്നത്? എത്ര ദിവസം കഴിഞ്ഞായിരിക്കും? ഇവിടെ ന്യൂ മൂൺ ഡേ, അതായത് അമാവാസിയാണ്. അമാവാസി പൗർണമിയായിട്ട് കറുത്ത വാവ് വെളുത്ത വാവായിട്ട് മാറാൻ എത്ര ദിവസം എടുക്കും എന്നറിയാവോ? 14 ദിവസം വേണം. എത്ര ദിവസം വേണം? 14 ഡേയ്സ് വേണം. അപ്പൊ ഈ പിക്ചർ തന്നിട്ട് ഈ വെളുത്ത വാവാകാൻ ഇവിടെ ഇങ്ങനെയായിരിക്കും തരിക. ഈ ഇവിടെ എന്ന് പറയുന്നത് എന്തായിരിക്കും? അമാവാസി, കറുത്ത വാവാണ്, ഒന്നും കാണുന്നില്ല, ഒട്ടുമേ കാണുന്നില്ല. ഈ ഒരു സ്റ്റേജിൽ നിന്ന് ഈ വെളുത്ത പൂർണ്ണ ചന്ദ്രനാകുവാൻ, അത് ഫുൾ മൂൺ ഡേ ആകാൻ എത്ര ദിവസം വേണം? 14 ദിവസം. എത്ര ദിവസം വേണം? 14 ദിവസം, 14 ഡേയ്സ്. മനസ്സിലായല്ലോ? ഇത് മനസ്സിലായോ? ഇനി ഒരു വെളുത്ത വാവ് ഇതെന്ത് ചെയ്തു? വീണ്ടും എന്തായിട്ട് മാറുന്നു? കറുത്ത വാവായിട്ട് മാറുന്നു. കറുത്ത വാവിൽ നിന്ന് വീണ്ടും വെളുത്ത വാവായിട്ട് മാറുന്നു. ഈ വൈറ്റിൽ നിന്ന് വീണ്ടും വൈറ്റ് എത്താൻ എത്ര ദിവസം വേണോന്നറിയാവോ? 29.5. 29.5 ദിവസം വേണം. ഓക്കെ, 29.5 ദിവസം വേണം. എന്തിനാ? ഈ ഒരു വെളുത്ത മൂണിൽ നിന്ന് ഫുൾ മൂൺ ഡേ എന്ന് വീണ്ടും ഒരു ഫുൾ മൂൺ ഡേ ആവാൻ. വെളുത്ത വാവിൽ നിന്ന് വെളുത്ത വാവാകാൻ എത്ര ദിവസം വേണം? 29.5, 29.5 ദിവസം. ഇനി കറുത്ത വാവിൽ നിന്ന് ഇതുപോലെ വന്ന് 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 വെളുത്ത വാവാകാൻ എത്ര ദിവസം വേണം? 14 ദിവസം, 14 ഡേയ്സ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? കറുത്ത വാവ് വെളുത്ത വാവ്, അതായത് കറുത്ത വാവ് എന്ന് പറയുന്ന അമാവാസി, ഭൂമിക്ക് നേരെ ബ്ലാക്ക് ആയിരിക്കും. പൗർണമി വെളുത്ത വാവ് എന്ന് പറഞ്ഞ ഫുൾ മൂൺ ഡേ എന്ന് പറഞ്ഞാൽ ഭൂമിക്ക് നേരെ വൈറ്റ് ആയിരിക്കും. ഓക്കെ, അത്രയും ക്ലിയർ ആയല്ലോ? മനസ്സിലായില്ലേ? അതാണ് ടീച്ചർ പറഞ്ഞത്, ഭൂമിക്ക് നേരെ വൈറ്റ്. പിക്ചർ തന്നാൽ ക്ലിയർ ചെയ്യാൻ അറിയാലോ. ഇതുപോലൊരു പിക്ചർ തന്നാൽ ഇതൊരു ബ്ലാക്ക് ആണ്, കറുത്ത വാവാണ്, അതായത് ന്യൂ മൂൺ ഡേ ഫുൾ മൂൺ ഡേ ആവാൻ എത്ര ദിവസം വേണം? 14 ഡേയ്സ്, 14 ദിവസം. ഇനി വെളുത്ത വാവിൽ നിന്ന് കറുത്ത വാവിൽ പോയി വീണ്ടും വെളുത്ത വാവാകാൻ എത്ര ദിവസം വേണം? 29.5 ഡേയ്സ്, 29 ദിവസം. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ? യെസ്. ഓക്കെ, നമുക്ക് ബാക്കി പോർഷൻസ് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു.